അസ്സലാമു അലൈക്കും. റമളാൻ മാസത്തിൽ ഇശാ നിസ്കാരത്തിന് ശേഷം നിർവഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സുന്നത്ത് നിസ്കാരമാണ് തറാവീഹ് നിസ്കാരം. ഇത് റമളാനിന്റെ പ്രത്യേക ഇബാദത്താണ്. സാധാരണയായി 20 റക്അത്താണ് തറാവീഹ് നിസ്കാരം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തറാവീഹ് നിസ്കാരം നിർവഹിക്കുകയും സ്വഹാബികളെ നിസ്കരിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരുന്നു. തറാവീഹ് നിസ്കാരത്തിന് വളരെയധികം പ്രതിഫലങ്ങളുണ്ട്. ഇശാ നിസ്കാരങ്ങൾക്ക് ശേഷം ഒരാൾ തറാവീഹ് നിസ്കരിച്ചാൽ റമളാനിലെ 30 ദിവസങ്ങളിലും ഓരോ ദിവസവും പ്രത്യേക പ്രതിഫലങ്ങളുണ്ട്. ഒന്നാം രാവ് ഉമ്മ തന്നെ പ്രസവിച്ച ദിവസം പോലെ പാപമുക്തനാകും. രണ്ടാം രാവ് തൻ്റെ മുഅ്മിനീങ്ങളായ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കും. മൂന്നാം രാവ് തൻ്റെ മുൻകഴിഞ്ഞ പാപങ്ങളെല്ലാം പുറത്തു തന്നിരിക്കുന്നു എന്ന് അർശിന്റെ താഴെ നിന്നും ഒരു മലക്ക് വിളിച്ചു പറയും. നാലാം രാവ് തൗറാത്ത്, ഇഞ്ചീല്, സബൂറ്, ഖുർആൻ ഇവ ഓതിയതിന് തുല്യമായി പ്രതിഫലം ലഭിക്കും. അഞ്ചാം രാവ് മസ്ജിദുൽ ഹറാം, മസ്ജിദുൻ നബവി, മസ്ജിദുൽ അഖ്സ ഇവയിൽ നിസ്കരിച്ച പ്രതിഫലം ലഭിക്കും. ആറാം രാവ് ബൈത്തുൽ മാമൂർ തവാഫ് ചെയ്ത പ്രതിഫലവും സകല കല്ലുകളും മൺതരികളും അവന് പൊറുക്കലിനെ തേടുകയും ചെയ്യും. ഏഴാം രാവ് ഫിർഔൻ, ഹാമാൻ എന്നിവർക്കെതിരെ മൂസ നബി അലൈഹിസ്സലാംക്കൊപ്പം സഹായിച്ച പ്രതിഫലം. എട്ടാം രാവ് ഇബ്രാഹിം നബി അലൈഹിസ്സലാംക്ക് കൊടുത്ത പ്രതിഫലം. ഒമ്പതാം രാവ് ഒരു പ്രവാചകൻ ഇബാദത്ത് ചെയ്ത പ്രതിഫലം. പത്താം രാവ് ഇരുലോക നന്മകൾ അല്ലാഹു നൽകും. 11ാം രാവ് പ്രസവിക്കപ്പെട്ട ദിവസം പോലെ പാപമുക്തനായി ദുനിയാവിൽ നിന്ന് പുറപ്പെടും. 12ാം രാവ് പൂർണ്ണചന്ദ്രൻ പ്രകാശിക്കുന്നത് പോലെയുള്ള മുഖവുമായി കിയാമത്ത് നാളിൽ അവൻ വരും. 13ാം രാവ് തെറ്റുകളിൽ നിന്നും നിർഭയനായി കിയാമത്ത് നാളിൽ അവൻ വരും. 14ാം രാവ് അവൻ തറാവീഹ് നിസ്കരിച്ചിരിക്കുന്നു എന്ന് മലക്കുകൾ സാക്ഷ്യം വഹിക്കുകയും അത് കാരണമായി അവനെ വിചാരണ ചെയ്യുകയുമില്ല. 15ാം രാവ് മലക്കുകൾ അവനിക്ക് റഹ്മത്തിനെ തേടും. 16ാം രാവ് നരകമോചനവും സ്വർഗപ്രവേശനവും അല്ലാഹു രേഖപ്പെടുത്തും. 17ാം രാവ് അമ്പിയാക്കളുടേതിന് തുല്യമായ പ്രതിഫലം. 18ാം രാവ് അല്ലാഹുവിന്റെ അടിമയെ, നിന്നെയും നിന്റെ മാതാപിതാക്കളെയും അല്ലാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്നൊരു മലക്ക് വിളിച്ചു പറയും. 19ാം രാവ് ജന്നാത്തുൽ ഫിർദൗസിൽ അവന്റെ ദറജ വർദ്ധിപ്പിക്കും. 20ാം രാവ് സജ്ജനങ്ങളുടെയും ശുഹദാക്കളുടെയും പ്രതിഫലം ലഭിക്കും. 21ാം രാവ് പ്രകാശത്തിനാലുള്ള ഒരു ഭവനം അല്ലാഹു അവന് സ്വർഗത്തിൽ നിർമ്മിക്കും. 22ാം രാവ് അന്ത്യനാളിൽ എല്ലാ വിഷമതകളിൽ നിന്നും നിർഭയനായി അവൻ വരും. 23ാം രാവ് സ്വർഗത്തിൽ അവനൊരു പട്ടണം നിർമ്മിക്കും. 24ാം രാവ് ഉത്തരം ലഭിക്കപ്പെടുന്ന 24 പ്രാർത്ഥനകൾ. 25ാം രാവ് ഖബറിലെ ശിക്ഷയെ തൊട്ട് അവനെ കാക്കും. 26ാം രാവ് 40 കൊല്ലത്തെ പ്രതിഫലത്തിലേക്ക് അവനെ ഉയർത്തും. 27ാം രാവ് അന്ത്യനാളിൽ മിന്നൽ വേഗത്തിൽ സിറാത്ത് പാലം കടക്കും. 28ാം രാവ് സ്വർഗത്തിൽ അവന്റെ ദറജ ഉയർത്തും. 29ാം രാവ് സ്വീകരിക്കപ്പെട്ട 1000 ഹജ്ജിന്റെ പ്രതിഫലം. 30ാം രാവ് സ്വർഗീയ പഴങ്ങൾ ഭക്ഷിച്ചോ, സൽസബീലിൽ കുളിച്ചോ, ഹൗലുൽ കൗസർ കുടിച്ചോ, ഞാൻ നിന്റെ റബ്ബാണ്, നീ എൻ്റെ അടിമയും എന്ന് അല്ലാഹു പറയും. ഇപ്രകാരം തറാവീഹ് നിസ്കാരത്തിന് റമളാനിലെ ഓരോ ദിവസവും അല്ലാഹു ധാരാളം പ്രതിഫലങ്ങൾ തന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ റമളാനിലെ ഓരോ രാത്രിയും തറാവീഹ് നിസ്കാരം നഷ്ടപ്പെടുത്താതെ ചെയ്യാൻ ശ്രമിക്കുക. ചെറിയ ശ്രമം പോലും വലിയ പ്രതിഫലമാണ്. തറാവീഹ് നിസ്കാരം നമ്മുടെ പാപമോചനത്തിനും സ്വർഗപ്രാപ്തിക്കുമുള്ള വഴിയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.